ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ സ്കൂൾ മാറില്ലയോ. അപ്പോൾ പുതിയ സ്കൂളിൽ അവിടെ എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴേ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്, നമുക്ക് കിട്ടാൻ പാടാണ്, വളരെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് കിട്ടുകയുള്ളൂ, ടെസ്റ്റ് ഭയങ്കര കട്ടിയാണ്, അങ്ങനെ പറഞ്ഞ് ഇപ്പോഴത്തേക്ക് 10 വയസ്സേ ഉള്ളൂ എനിക്ക്. ആൾക്കാരെല്ലാം എൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ വളരെ ടെൻസ്ഡ് ആകാൻ തുടങ്ങി. അപ്പം എനിക്കും പതുക്കെ ടെൻഷൻ ആകാൻ തുടങ്ങി. എനിവേ എൻട്രൻസ് ടെസ്റ്റിൻ്റെ തലേന്ന് എനിക്ക് പനിയായി, ക്ഷൗതിലായി, ആപ്പാടെ ഞാൻ ഡൗൺ ആയി, എനിക്ക് എണ്ണിക്കാൻ പോലും വയ്യാതെ. പക്ഷേ എനിവേ ടെസ്റ്റ് പോയി എഴുതി. ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പം അത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. അപ്പം ഞാൻ ആ ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാർ ഒരു സിറ്റുവേഷനെ വാല്യൂ ചെയ്യുന്നു. സിമ്പിൾ സിറ്റുവേഷൻ ആയിരിക്കും, അവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ലായിരിക്കും. പക്ഷെ അവർ അത് പേടിക്കുവാണെങ്കിൽ ആ പേടി നമ്മളെയും ബാധിക്കും. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു എക്സാം ആയിരിക്കാം, ഒരു ടെസ്റ്റ് ആയിരിക്കാം, ഇൻ്റർവ്യൂ ആയിരിക്കാം, പ്രസൻറ്റേഷൻ ആയിരിക്കാം, ഇതെന്തുവാണെങ്കിലും അവരത് പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെയും ഒരു പക്ഷെ അത് പേടിപ്പിക്കാം. നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും, നമ്മുടെ റിസൾട്ട്സിനെ അത് ബാധിക്കും. ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും? ഞാൻ ഒരു ചെറിയൊരു ഒരു ട്രിക്ക് ഞാൻ പറയാം. അതായത് എൻ്റെ മൂത്ത മോള് പുള്ളിക്കാരിക്കൊരു പബ്ലിക് സ്പീക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും പുള്ളിക്കാരി നല്ലതായിട്ട് വളരെ പ്രിപ്പയറിംഗ് ഒക്കെ ചെയ്തതാണ്. എനിക്ക് എൻ്റെ മുന്നിലാണെങ്കിലും റിഹേഴ്സ് ചെയ്യുക എല്ലാം വളരെ ഒത്തിരി പ്രാവശ്യം ചെയ്തതാണ്. അപ്പം എക്സാം കോമ്പറ്റീഷൻ്റെ അന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ അത് റിഹേഴ്സ് ചെയ്യാനാണ്. റിഹേഴ്സ് ചെയ്തപ്പം പുള്ളിക്കാരി പകുതിക്ക് വെച്ച് അത് മറന്നുപോയി. അപ്പോഴത്തെ പുള്ളിക്കാരി അപ്സെറ്റായി. അപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ, റിയൽ കോമ്പറ്റീഷനാണ്. പുള്ളിക്കാരി വളരെ അപ്സെറ്റാണ്. കാര്യം എനിക്കറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഞാനത് മറന്നുപോയെങ്കിൽ റിയൽ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത് എന്തുമാത്രമായിരിക്കും എന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അവർ പേടിയായി. അപ്പം കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഇപ്പം ഞാൻ സ്റ്റുഡൻസിനെ 2 രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒന്ന്, നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യും അവർ, പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് പേടി വന്നിട്ട് പഠിച്ചതെല്ലാം അവർ മറന്നു. അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ അല്ല എൻവയൺമെൻറ്റിൻ്റെ ആ പേടി കാരണം അവരെ വളരെ അത് ലിമിറ്റ് ചെയ്യും. ചിലരുണ്ട് ഒന്നും പഠിക്കുകയില്ല, ഭയങ്കര ഉഴപ്പായിരിക്കും, പക്ഷെ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇത് രണ്ടും തെറ്റാണ്. പഠിക്കാത്തവർ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യമില്ല. പഠിച്ചവർ പേടിക്കുകയല്ല ചെയ്യേണ്ടത്, അവർ കോൺഫിഡൻ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല ചലഞ്ചിങ് സിറ്റുവേഷൻ, ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചിലർ പറയുന്നത് മരിക്കുന്നതിനേക്കാളും പേടിയാണ് ആൾക്കാർക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ്, കാര്യം ആസ് എ മെജോറിറ്റി ആൾക്കാർ പേടിക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പോൾ ആ പേടി നമ്മളെയും എഫക്റ്റ് ചെയ്യാം. അൺലെസ് അതർവൈസ് നമ്മുടെ തിങ്കിങ് ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേ, കമ്മിങ് ബാക്ക്, മേഘ ആ കോമ്പറ്റീഷന് പോവാണ്, ഞാനാണ് കൊണ്ടുപോകുന്നത്. അപ്പം കുറച്ച് മിനിറ്റ്സും കൂടെ കഴിഞ്ഞിട്ട് റിയൽ കോമ്പറ്റീഷനാണ്. പുള്ളിക്കാർ വളരെ അപ്സെറ്റുമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, യു ജസ്റ്റ് ഫോർഗെറ്റ്, ഇങ്ങനൊരു കോമ്പറ്റീഷനെ നടക്കുകയാണെന്നുള്ള കാര്യം അങ്ങ് വിട്, അതങ്ങ് മറന്നേക്കാം. പുള്ളിക്കാരി ബാസ്കറ്റ് ബോൾ, ഇവിടെ നെറ്റ് ബോൾ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പുള്ളിക്കാരി സ്കൂൾ ടീം ക്യാപ്റ്റനൊക്കെയാണ്, വളരെ അഗ്രസീവായിട്ട് കളിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇത് സ്പീക്കിംഗ് കോമ്പറ്റീഷൻ അല്ല, ഇതൊരു നെറ്റ് ബോൾ കോമ്പറ്റീഷൻ ആണെന്നുള്ള രീതിയിൽ പോകും. എന്നിട്ട് നീ നിൻ്റെ ഓപ്പണന്റ് ടീമിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും നിൻ്റെ ബോഡി ലാംഗ്വേജ്, നിൻ്റെ അഗ്രസീവ്നെസ് എങ്ങനെയായിരിക്കും നീ അവിടെ പോകുന്നത്, ആ ഒരു സിറ്റുവേഷൻ തിങ്ക് ചെയ്യാം. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ കുഡ് സീ ദാറ്റ് ചേഞ്ച്. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ ആ പേടിയും മാറി. ആൻഡ് ഷീ ന്യൂ ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു വിൻ. ആ മാച്ച് വിൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ. കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയത്തില്ല വെദർ വി ആർ ഗോയിങ് ഫോർ എ മാച്ച് ഓർ പബ്ലിക് സ്പീക്കിംഗ് കോമ്പറ്റീഷൻ എന്നുള്ളത് അതിനറിയത്തില്ല.
നമ്മൾ എന്ത് തിങ്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് കോമ്പറ്റീഷൻ നമ്മൾ പേടിയാണെങ്കിൽ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മൾ പേടിക്കും. അതേസമയം നെറ്റ്ബോളാണ് നമ്മൾ കളിക്കാൻ പോകുന്നെങ്കിൽ ഇറ്റ്സ് ഫൺ, നമുക്ക് ജയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ പല പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം റെഫറൻസ് പോയിന്റ് ഉണ്ട്. അതേസമയം പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ മറന്നു പോയതേ ഉള്ളൂ എന്ന് ഓർത്ത് നമ്മൾ പേടിക്കും. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. അപ്പോൾ വി ജസ്റ്റ് സ്വിച്ച് ഇറ്റ്. ഇപ്പം പബ്ലിക് സ്പീക്കിംഗ് കോമ്പറ്റീഷനാണ് പോകുന്നത്, പക്ഷെ നമ്മൾ അവളോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്, ഇതേ അല്ല പോകുന്നത്, കുറച്ച് നേരത്തേക്ക് അതിനെപ്പറ്റി തിങ്ക് ചെയ്യേണ്ട, ജസ്റ്റ് തിങ്ക് നമ്മൾ മാച്ചിനാണ് പോകുന്നത്. അവൾ ഷീ വെൻറ്റ് ഓൺ, ഷീ വൺ ദാറ്റ് കോമ്പറ്റീഷൻ, അവളായിരുന്നു ഫസ്റ്റ്. നാളെ നിങ്ങളും ഇതുപോലുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ ആ ഒരു ഫിയർ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ദാറ്റ് സിറ്റുവേഷൻ. മനസ്സിൽ ആ സിറ്റുവേഷൻ അങ്ങ് മാറ്റും. തിങ്ക് അബൌട്ട് സംതിങ് റിലാക്സിങ്, അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ഗെയിമിന് പോകുന്നതായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിക്കുക. നിങ്ങൾ അന്നേരം തന്നെ ചേഞ്ച്ഡ് ആകും. നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ആ ഫ്ലോയിൽ ആ സമയത്ത് വരും. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു.